അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. SR മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്നലത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ആ വീഡിയോയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട അനസ് നിസാമി അറിയാലോ. അപ്പോൾ അനസ് നിസാമിയുടെ വീട് കുടിയിരിക്കലാണ്, ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ നല്ല വിപുലമായിട്ടുള്ള കിടിലൻ കാഴ്ചകളും പിന്നെ എന്നെ 8-9 കൊല്ലം പഠിപ്പിച്ച എൻ്റെയും എൻ്റെ അനസ് ഉസ്താദിൻ്റെയൊക്കെ ഉസ്താദായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹസൻ കോടൂർ ഉസ്താദ് അവരുകളാണ് വീട് കുടിയിരിക്കൽ നടത്തുന്നത്. അതുപോലെ നമ്മളോടൊപ്പം ഒന്നിച്ച് പഠിച്ച ഒരുപാട് സുഹൃത്തുക്കളും ഈ ഒരു പരിപാടിയിൽ ഒരുമിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരുമിച്ച് കാണാനുള്ളൊരു അവസരം ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരുക്കുകയാണ് കേട്ടോ. അതോടുകൂടി ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ വീടിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ്. ഈ വീട് എങ്ങനെയുണ്ട് എന്നുള്ളൊരു ഹോം ടൂർ പോലെ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് വീടിൻ്റെ ഒരു ഉൾക്കാഴ്ചകളും മറ്റുള്ള ചെറിയ ചെറിയ കാഴ്ചകളും നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ കുടിയിരിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട 1-2 കാഴ്ചകളും നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. എന്താ പറയണ്ടോ? അല്ല, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ല കിടിലൻ കാഴ്ചയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ അനസിൻ്റെ വീടിൻ്റെ മുകളിലുണ്ടോ ഫ്ലൈറ്റ് 24 മണിക്കൂറും പാസ് ചെയ്തുകൊണ്ട് കേട്ടോ. വീടിൻ്റെ ഔട്ട്ലുക്കാണ് ഈ കാണുന്നുള്ളത്. ഇത് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ നേരെ ഇറങ്ങി വരുമ്പോൾ കാണാനുള്ള ഒരു കാഴ്ചയാണ്. വീടെന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ മോഡലായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് വീട് കേട്ടോ. പുറംഭാഗം കണ്ട് അടിപൊളിയായിട്ട് നല്ല മനോഹരമായിട്ട് സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശദമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് കാണിക്കുന്നതാണ്. ഒറ്റ നോട്ടത്തിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടോ, ഇത് സൗണ്ട്സൊക്കെ ഇന്ന് ബുർദ പരിപാടിയുള്ളതുകൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒക്കെ സിംഗിൾ ജനൽ പൊളിയാണ് കാണുന്നത് മൊത്തം. ഫ്രണ്ടിലും അതേപോലെ സിംഗിൾ ജനൽ പൊളിയാണ്. പിന്നെ ഇവിടെ ഗ്രാനൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇവിടെ മാർബിളാണ്. അപ്പോൾ നമ്മൾ അനസുസ്താൻ്റെ ഏറ്റവും വലിയ പരിശ്രമം കൊണ്ടാണ് ഈ ഒരു മനോഹരമായ കാഴ്ചകൾ ഒരുക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഉസ്താമാരാകുമ്പോൾ നമുക്ക് ഓഫീസ് റൂം അത്യാവശ്യമാണ്. ഗസ്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇരുത്താൻ വേണ്ടിയിട്ട് ഓഫീസ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല കിഡിലെ കളർ കോമ്പിനേഷനാണ് കട്ടിലക്കും ജനവാതിലക്കും അതുപോലെ ഡോറിനൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മുമ്പ് തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫർണിച്ചറിൻ്റെ ഒരു സോഫ സെറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഉള്ളിലേക്ക് നേരെ പോവാം. വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ, മൗലൂദിന് വേണ്ടി സദസ്സ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, നമ്മൾ മൗലൂദിന് വേണ്ടിയൊക്കെ മാറ്റി വെച്ചാൽ കേട്ടോ. അതിന് നല്ല അടിപൊളി ഡൈനിങ് ടേബിള്, പിന്നെ അതിന് മരത്തിൻ്റെ ചെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല മനോഹരമായിട്ടുള്ള ഉണ്ടോ വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് പറ്റിയൊരു ഗ്ലാസ്, ഇവിടെ ലൈറ്റ് സിസ്റ്റം ഉണ്ട്. പിന്നെ കൂളർ വന്നിട്ടുണ്ട് കേട്ടോ സദസ്സിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻട്രൽ കർട്ടന്. ഇതാണ് നമ്മുടെ ഓഫീസ് റൂം. ഇവിടെ സോഫ സെറ്റും കാര്യങ്ങളൊക്കെ മനോഹരമാക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. ഇവിടെയൊക്കെ സദസ്സിന് വേണ്ടി വിരിച്ച് വെച്ചിട്ടാണ്. പിന്നെ 4 ലീഫുള്ള ഫാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോഫ സെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അതിമനോഹരമായിട്ടുള്ള സോഫ സെറ്റാണ്. ഇവിടെയൊക്കെ അടിയിൽ മാർബിളാണ് വിരിച്ചിട്ടുള്ളത് കേട്ടോ. നേരെ കയറി വന്നാൽ ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ. കണ്ടോ, ഒരു കോമൺ ബാത്റൂമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെയർ കേസ് മുകളിലോട്ട് പോകാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നേരെ വരികയാണെങ്കിൽ ഇവിടെ ബെഡ്റൂമാണ്. എന്താ, പുതിയ വീടാണ്. ഇനി ഒരുപാട് സാധനങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ. നല്ല അടിപൊളി കട്ടിലും ബെഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 3 വഴി ജനൽ വാതിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് കൊടുത്തിട്ടുള്ള ഒരു റെഡിമെയ്ഡ് ഡോറാണ്. പിന്നെ 2 റൂമിനുള്ള ഒരു ഇടനായിക പോലെ ഇവിടെ ഒരു പാസേജ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ബെഡ്റൂം കിടക്കുകയും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, വസ്ത്രങ്ങളൊക്കെ ഇരിക്കാനും ചേർന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അതിമനോഹരമായിട്ട് പറയാനുള്ളത് ഇവിടെ ഒരു അൽമാറ സെറ്റ് ചെയ്തിട്ടുണ്ട് പേരിൻ്റെ ഉള്ളിൽ തന്നെ. ഇതൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതൊരു കോമൺ ബാത്റൂമാണ്, അല്ല ഇതൊരു അറ്റാച്ച് ബാത്റൂമാണ്. യൂറോപ്യനും മറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. കണ്ടോ, ഇത് കബോർഡാണ്. നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ സെറ്റപ്പിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഒരുപാട് സ്പേസ് ഉണ്ട്. നമ്മളൊന്ന് പേടിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ ഉണ്ടാക്കലായിരിക്കും. ഇത് റെഡിമെയ്ഡ് ഡോറാണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ നേരെ കിച്ചനാണ്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് പരിപാടി ആയതുകൊണ്ട് പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അനസ് നിസാമിൻ്റെ വാപ്പയാണ്. പിന്നെ ഇത് പുകയില്ലാത്ത നമ്മൾ ആലുവ അടുപ്പ് എന്നൊക്കെ പറയില്ലേ, ആ അടുപ്പാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും ഉദ്ഘാടനം ആയിട്ടില്ല, ആവാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്, പച്ചക്കറി വെക്കാനുള്ള സംവിധാനങ്ങൾ. പിന്നെ ഇവിടെ 2 പൈപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓട്ടോമാറ്റിക് സിസ്റ്റമുള്ള ഒരു പിന്നെ ഗ്യാസ് സ്റ്റൗ ഉണ്ട്. ഇതൊക്കെ ഗ്രാനൈറ്റാണ്. പിന്നെ വെൽപ്പൾ, ഇത് സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ അതിമനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടോ.
അങ്ങനെ ഒരു 3-4 വലിപ്പങ്ങളുണ്ട്. പിന്നെ ഇവിടെ പാത്രങ്ങൾ വെക്കാൻ സാധനങ്ങൾ വെക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഈസി കുക്കറുണ്ട്. ഇതുണ്ടോ? ആ ഇത് അതിനേക്കാളും അടിപൊളിയാണ്. ഇതുണ്ടോ? പാത്രങ്ങളൊക്കെ വെക്കാനൊക്കെ പറ്റിയ സിസ്റ്റമാണ് അടിയിൽ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആരും അറിയില്ല. വൃത്തിയും കാര്യങ്ങളൊക്കെ അതേപോലെ ഉണ്ടാവും. പിന്നെ മല്ലി മുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ചുറ്റും സ്പേസ് ആണ് കേട്ടോ. ഇഷ്ടംമാതിരി സാധനങ്ങൾ വെക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് മൊത്തത്തിൽ. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ സ്പേസ് വരുന്നൊരു സ്ഥലമാണ് മുകളിലുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂമാണ്. ഇവിടെ എയറിൻ്റെ നല്ലൊരു അടിപൊളി ഫ്രിഡ്ജുണ്ട്. പിന്നെ സ്റ്റോർ റൂം ആയതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരുപാട് സ്റ്റെയറും സാധനങ്ങളും റേക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും ചുരുങ്ങിയ രൂപത്തിലാണ് ഈ ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പുറം ഡോറാണ്. മരം കൊണ്ടാണ് ഈ ഡോർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ചുമരൊക്കെ എന്ന് പറയുമ്പോൾ ഫുള്ള് ടൈലാണ്. അതുകൊണ്ട് വൃത്തികേടാകുന്ന പ്രശ്നമില്ല. ആഴ്ചയിൽ ഒരു വട്ടം നനച്ച് തുടച്ചാൽ മതി. പിന്നെ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് ഇത്രയും സ്ഥലമാണുള്ളത്. ഇവിടെ മൊത്തത്തിൽ ഇറക്കാൻ ഇതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അതിൻ്റെ പുറമെ ഇവിടെ ഒരു ഇന്ത്യൻ ടോയ്ലറ്റ് ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുറത്ത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാഴ്ചകളാണ് ഈ ഒരു വീടിൽ നമുക്ക് കാണാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നേരെ ഈ കുടിയിരിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട 1-2 കാഴ്ചകളും നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ല കിടിലൻ കാഴ്ചയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. يا رسول الله يا حبيب الله يا رسول الله يا حبيب الله يا نبي الله محمد يا رسول الله محمد يا حبيب الله محمد يا رسول الله يا حبيب الله. بسم الله الرحمن الرحيم الحمد لله رب العالمين إياك نعبد وإياك نستعين بسم الله ما شاء الله كان لا يسوق الخير إلا الله ولا يسلم الشر اللهم صل وسلم على رسولك سيدنا محمد نصر الله. للخير كلهم أجمعين الفاتحة. بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد. الحمد لله الذي صرف لنا بصحف المقام الأعلى وكمل السعود بأكل مولد حرى شرفا وفضلا وسرف به الآباء والجدود والعمل الوجود بجوده عدلا حملته أمه آمنة رضي الله عنها وولد نبينا محمد صلى الله عليه وسلم بوجه ما يرى حصل منه ولا حلا مستعلا وذكره ولا وادي الأيام يقرر الله على سيدنا محمد صلى الله عليه وسلم كانت به الأكوان شرقا ومغربا وأهل السماء قالوا له مرحبا أهلا صلاة وتسليم وأزكى تحياتي على المصطفى المختار يستجلى صلاة إلى توحيده وطاعته بإذنه أي بأمره وسراجا منيرا سماه الله سراجا لأنه يهتدى به كالسراج يستضاء به في الظلمات. الله على سيدنا محمد سريا في بطون تشرفت بحمل عليه في الأمور المعول صلى الله على سيدنا محمد صلى الله عليه وسلم
الحمد لله رب العالمين حمدا طيبا مباركا على كل حال. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. تعرض لذكرك يا الله وكل أنبياءك يا أولياءك يا مشايخنا أساتذتنا أجدادنا إلا محمد تظل بذكرك الرحمن صادقنا ഞങ്ങളെയും മജ്‌ലിസിനെ വീടും വീടുകാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ പതിനീകളെ താഴ്ന്നു നൽകുന്ന റഹ്മാനെ മഹാന്മാരുടെ സോദരങ്ങളെ അല്ലാഹ് പ്രിയമുള്ളവർ നമ്മൾ ഒത്തിരി ചെയ്യാൻ പാട്ടാ സക്കാഫിയാണ് മൂപ്പരെ മോനാണ് ഈ കാണുന്നത് കേട്ടോ. ഇതായിട്ട് നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തിയുള്ളത് കൈ